ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഉയരുവാനും വളരുവാനും ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ദൗത്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നത്, നമ്മെ ശക്തീകരിക്കുന്നത്, പുതിയ ദർശനങ്ങളോടെ മുന്നേറുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ആത്മീയ ശുശ്രൂഷയുടെ പരിസമാപ്തി എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലുള്ള കാര്യമാണ്. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ആരാധനയ്ക്കായിട്ട് ഒക്കെ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ദേവാലയങ്ങളിലായാലും മറ്റ് ശുശ്രൂഷയിലായാലും കൺവെൻഷൻ എവിടെയായിരുന്നാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്കില്ല. കാരണം എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. എല്ലാ ദിവസവും എല്ലായിടത്തും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് സ്തുതി പറയും. പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. ആ സ്തുതിയിലാണ് പിന്നെ പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് അവൻ്റെ അനുദിന ജീവിതത്തിൻ്റെ മാർഗദീപമാകണം. പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. So if you are to be called the children of God, you should be led by the Spirit of God. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് പ്രത്യേക തിയറിയൊന്നും ആവശ്യമില്ല, പ്രത്യേക ക്ലാസ് ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് സഹനത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് കരുണയുടെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ദയയുടെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് മനസ്സലിവിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നാമം ഉയർത്തുന്ന ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 9 ഗുണങ്ങൾ നാം ഓൾറെഡി ഗലാത്യ ലേഖനത്തിൽ നാം പഠിക്കുന്നുണ്ട്. അതിന് വിപരീതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അശുദ്ധാത്മാവാണ്, പിശാചാണ് നടത്തുന്നത്. അപ്പോൾ നാം പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അല്ലാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ് വേഷവിധാനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല. Your anointment of the Holy Spirit, your guidance of the Holy Spirit can be measured by your doings, by your works. പരിശുദ്ധാത്മാവ് ഒരിക്കലും മറ്റൊരുവനെ ഉപദ്രവിക്കുകയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിലാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും ആരും ചിന്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്നിവിടെ പരിശുദ്ധാത്മാവിലെ നിറവ് പ്രാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പരമപ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? That is very important. We have to bear the fruits of the Holy Spirit. That is very important. Many a time we say that we claim that we are filled with the Holy Spirit, but we do not manifest the fruits of the Holy Spirit. So that is very important. We have to manifest the Holy Spirit by the fruits of the Holy Spirit. In the Epistle to Galatians, chapter 5, St. Paul specifically says, what are the fruits of the Holy Spirit? But the fruit of the Spirit is love, joy, peace, patience, rightness, goodness, faithfulness, gentleness, and self-control. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്നും പറഞ്ഞ് ഒരു ശബ്ദം ഉണ്ടാക്കാനോ കുറച്ച് ഇളക്കം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനാവാത്ത സന്തോഷം, നമുക്ക് ദൈവസന്നിധിയിൽ ആനന്ദിക്കാനുള്ള അവസരം,
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മെ തന്നെ ദൈവസ്ഥലത്ത് ഉയർത്തുവാനുള്ള എല്ലാ സാവകാശമുണ്ട്. പരിശുദ്ധാത്മ നിറവിൽ നാം എന്താ ചെയ്തതെന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ ശരീരത്തിന് താങ്ങാനാവാത്ത ശക്തിയേക്കാൾ ഉപരിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞുള്ള പ്രകടനങ്ങളാണ് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കി തരുന്നത്. ഈ വക ഗുണഗണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ്. ആത്മാവിൻ്റെ ഫലം, മറ്റേ ഫലങ്ങൾ വായിച്ചാട്ട് റീഡ് വാട്ട് ആർ ദ യെസ് ബിഫോർ ദാറ്റ് ദർ ഇസ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, ജഡത്തിൻ്റെ പിശാചിൻ്റെ പ്രവൃത്തി എന്താണ് വായിച്ചാട്ട്? പരസ്ത്രീ വേഴ്ച, ലൈംഗിക വേഴ്ച, അശുദ്ധി, ഭോഗാസക്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഭിന്നത, കക്ഷി മത്സരം, വിദ്വേഷം, കൊലപാതകം, മദ്യപാനം, മധുരോത്സവം. അപ്പോൾ ഈ കാര്യങ്ങൾ വല്ലവർക്കും ഉണ്ടെങ്കിൽ അതെന്തോതിൻ്റെ പ്രവർത്തനമാണ്? ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്, സാത്താൻ്റെ പ്രവൃത്തികളാണ്. അതൊന്ന് വായിച്ചാട്ട് ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ട്. വിദ്വേഷം ഉണ്ടെങ്കിൽ കൊലപാതകം, അതിന് മുമ്പ് വായിരേ ആഭിചാരം, ശത്രുത. ശത്രുത പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല. പിന്നെ കലഹം, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. പിന്നെ അസൂയ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. പിന്നെ കോപമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. സ്വാർത്ഥത പരിശുദ്ധാത്മാവല്ല. ഭിന്നത ഉണ്ടാക്കുകയാണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല. കക്ഷി മത്സരം, ആ കക്ഷി ഈ കക്ഷി എന്ന് പറഞ്ഞ് തമ്മിലടിച്ച് തലയിലേക്ക് കീറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല. വിദ്വേഷം, വെറുപ്പ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഗുണമല്ല. കൊലപാതകം പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള പ്രവർത്തനമല്ല. മദ്യപാനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. അതെ, മധുരോത്സവം, ലൈംഗികമായ മ്ലേച്ഛത. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതും ഉണ്ടാകരുതാത്തതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. സോ ബൈ ദിസ് യു ക്യാൻ ജഡ്ജ് വെർ എ പേഴ്സൺ ഈസ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇനി വേറെ തെളിവൊന്നും ആവശ്യമില്ല. വ്യക്തമായിട്ട് പൗലോസ് വരച്ചു കാട്ടിയിരിക്കുന്നു. വിദ്വേഷവും വെറുപ്പും ശത്രുതയും കൊലപാതകവും ഭിന്നതയും ആണെങ്കിൽ അത് പിശാചിൻ്റെ ആത്മാവാണ് ആ വ്യക്തിയിലും ആ സമൂഹത്തിലും നിലനിൽക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെയും വിനയത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും അവിടെ അനുഭവങ്ങളുണ്ടാകും. എന്നാൽ അവിടെ തോൽക്കുവാൻ യാതൊരു മടിയുമില്ല. മറ്റുള്ളവരെ കീഴടക്കുവാനും പിടിച്ചെടുക്കുവാനുമുള്ള പ്രവണതയില്ല. പരിശുദ്ധാത്മാവിന്റെ ഗുണഗണങ്ങൾ അപ്രകാരമാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവ് പുതുക്കപ്പെടണം. യു ഹാവ് ടു റിന്യൂ ദ സ്പിരിറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളർന്നു പോവുകയില്ല. അവർ നടന്നാലും ക്ഷീണിക്കുകയില്ല. ദാറ്റ് എക്സാക്ട്ലി ഈസ് എ ഫിനോമിന ഓഫ് ദ ഹോളി സ്പിരിറ്റ്. The result of the anointing of a Holy Spirit. അവർ ഓടിയാലും തളരുകയില്ല. അവർ നടന്നാലും ക്ഷീണിക്കുകയില്ല. നാം പരിശുദ്ധാത്മാവെ പലപ്പോഴും പ്രാപിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ പ്രാപിച്ചതുകൊണ്ട് അതും മതിയെന്ന് പറയാൻ സാധ്യമല്ല. നാൾതോറും പരിശുദ്ധാത്മ പുതുക്കപ്പെടുന്ന അവസ്ഥ. കാരണം നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ഓരോ പ്രാവശ്യവും വർദ്ധിക്കുകയാണ്. Every day the challenges are increasing. And if you have to face that, we need to have a new anointing. Absolutely a new anointing. We need to have a renewal of the spirit. ആത്മാവിൽ പുതുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞനുസരിച്ച് കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാരും അനുയായികളും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. പെന്തക്കോസ്ത് ദിവസത്തിൽ അതേ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളൊക്കെ അവർ അനുഭവമാക്കി. പക്ഷേ
അതുകൊണ്ട് അവസാനിച്ചില്ല. നാം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 31-ാം വാക്യം വായിക്കുമ്പോൾ, if you read Acts chapter 4 verse 31, and when they had prayed, the place where they were assembled together was shaken, and they were all filled with the Holy Spirit, and began to speak the word of God with boldness. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഇവരെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. പെന്തക്കോസ്ത് പെരുന്നാളില് പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളായി അവരുടെ മേൽ ഇറങ്ങിയതാണ്. അവരെല്ലാവരും ശക്തി പ്രാപിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു പുതുക്കം ആവശ്യമുണ്ട്. അവരുടെ മുൻപിലുള്ള ഭീഷണി വർദ്ധിച്ചു. പത്രോസും യോഹന്നാനും സുന്ദരബന്ധ ഗോപുരത്തിൻ്റെ നടയിലിരുന്നുകൊണ്ട് ഭിക്ഷയാചിച്ചിരുന്ന 40 വയസ്സുകാരനായ മുടന്തനെ സൗഖ്യമാക്കി അവൻ തുള്ളിച്ചാടി ദേവാലയത്തിൽ ചെന്നപ്പോൾ സന്നിധി സംഘം ഇവരെ വിളിച്ചു, വിലക്കി, യേശുവിന്റെ നാമത്തിൽ ഇനിയും ഒന്നും പറയരുത്. അവരതിനെ ഭയപ്പെട്ടില്ല. ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു. അവരെ അടുപ്പിച്ചിട്ട് വിട്ടു. അപ്പോൾ മുന്നോട്ട് പോകാൻ മാർഗമില്ല. ഭീഷണികൾ വളരുകയാണ്. യഹൂദ സഭയിൽ നിന്നുള്ള എതിർപ്പുകൾ വളരുകയാണ്. അപ്പോൾ അവർക്കൊരു പുതിയ ശക്തി ആവശ്യമുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിൽ പ്രാപിച്ച ശക്തി പോരാ. കാരണം അവർക്കെതിരെയുള്ള ശക്തികൾ പിന്നെയും വർദ്ധിക്കുകയാണ്. പെന്തക്കോസ്ത് പെരുന്നാളില് അല്ലെങ്കിൽ ആ ദിവസം ആ സമയത്തുണ്ടായിരുന്ന എതിർപ്പുകളേക്കാൾ അത്യധികമായ എതിർപ്പുകളാണ് ഇതാ ഇപ്പോൾ ഉള്ളത്. സന്നിധി സംഘം മുഴുവൻ അവർക്കെതിരാണ്. അവരെ പിടിക്കുകയും ജയിലിലടയ്ക്കുകയും തർജ്ജനം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് പുതിയ അഭിഷേകം ആവശ്യമുണ്ട്. യു നീഡ് എ ന്യൂ അനോയിന്റിങ്. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, അവരുടെ പ്രാർത്ഥന അതിന് മുൻപിലുള്ള 2 വാക്യങ്ങൾ കാണുവാൻ കഴിയും. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? Now Lord, മതി, ലുക്ക് അപ്പോൺ ദ ട്രിക്സ്. മലയാളത്തിൽ വായിച്ചാട്ട്. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണിയെ നോക്കണമേ. എന്നിട്ട് നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. കൃപയാണ് ആവശ്യം. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവിക അനുഭവങ്ങളെക്കുറിച്ച് ധൈര്യമായിട്ട് പ്രസ്താവിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് എന്താണ്? ദൈവ കൃപയാണ്. അതുകൊണ്ടാണ് നാം ഇപ്രകാരം വായിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ? ദൈവിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല, അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്ന് കാണുവാൻ കഴിയും. അത് കേട്ടിട്ട് അവർ ഒരു മനസ്സോടെ ദൈവത്തോട് നിലവിളിച്ചു. പ്രാർത്ഥിച്ചത് ആകാശവും ഭൂമിയും സമുദ്രവും അവരെല്ലാം സകലവും സൃഷ്ടിച്ച നാഥ, ഞങ്ങളുടെ പിതാവും നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധന്മാർ അരുളി ചെയ്തവരെ. അതെ അതെ, അവർ പ്രാർത്ഥിക്കുകയാണ്. ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ യാചിക്കുകയാണ്. അപ്പോൾ ധൈര്യത്തെ നൽകുന്ന ആരാണ്? ആരാ ധൈര്യത്തെ നൽകുന്നത്? പരിശുദ്ധാത്മാവാണ് ധൈര്യത്തെ നൽകുന്നത്. ഞാനിന്ന് രാവിലെ ഓർമ്മിപ്പിച്ചു, ദൈവത്തിന് വേണ്ടിയിട്ട് സാക്ഷികളാകുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചാൽ ആദ്യമായിട്ട് പ്രവർത്തിക്കേണ്ടത്, ചലിപ്പിക്കേണ്ടത് നാവിനെയാണ്. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ലക്ഷണം. ബാക്കിയുള്ള എല്ലാം ഉണ്ട്. അതിന് ധൈര്യമുണ്ടാകണം, ഉറപ്പുണ്ടാകണം. പക്ഷേ പലപ്പോഴും അനേകർക്ക് അതിന് കഴിയാറില്ല. ഇവിടെ അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ശക്തി അവർക്ക് അനുഭവമാകണം. അവർ അതിനുവേണ്ടി നിലവിളിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി.
പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്ന ആത്മാവാണ്. അവരിരുന്ന സ്ഥലം കുരുങ്ങി. ഞാൻ യൂറിബദിനൊരു കഴിഞ്ഞ ദിവസം അവിടെ 3-ാമത്തെ ദിവസത്തിലെ ഗോസ്പൽ ഫെസ്റ്റിവലിൽ ആ യൂറിബദിനോട് വന്ന ജനതയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാനാണ് പ്രാർത്ഥിച്ചത്. അന്നത്തെ പരിശുദ്ധാത്മ അഭിഷേകമായിരുന്നു. ഡോംബ്രി, ഹിക്കിപ്പിക്കി, ബെഞ്ചാര ഗോത്രങ്ങൾപ്പെട്ടവർ വന്നവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുണ്ട്. യേശുവിനെ കുറിച്ച് ചെറിയ അറിവ് മാത്രമുള്ള ഗോത്രവർഗ്ഗക്കാരാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അവസാന രാത്രിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ബ്രദർ, ദ പ്ലേസ് ഷുക്ക്. ബ്രദറെ, ഈ സ്ഥലം കുലുങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അത് നിന്നെ കുലുക്കും, അത് നിന്നെ ഇളക്കും, നിന്നെ ദൈവത്തിന് വേണ്ടി ചലിപ്പിക്കും. വാസ്തവമായുള്ള അഭിഷേകം അതാണ്. ദൈവത്തിനു വേണ്ടി ചലിപ്പിക്കുന്ന അനുഭവം, ദൈവത്തിനു വേണ്ടി മുൻപോട്ട് വിടുന്ന അനുഭവം, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനുഭവം, ദൈവത്തിനു വേണ്ടി ലാഭമായത് ചെയ്യണമെന്ന അനുഭവം. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുവാനല്ല, മറ്റുള്ളവരുടേതായിട്ടുള്ള വാത്സല്യം കിട്ടുവാനല്ല, മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിലുള്ളവൻ യേശുവിന് വേണ്ടി സാക്ഷിയാവാൻ മുന്നോട്ടിറങ്ങും. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നഷ്ടങ്ങൾ സഹിക്കുവാൻ തക്കവണ്ണം തയ്യാറാകും. പരിശുദ്ധാത്മാവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവാണ്. യേശുവിൻ്റെ സാക്ഷിയായിട്ട് നമ്മെ ശക്തീകരിച്ച് യേശുവിലേക്ക് അനേകരെ ആകർഷിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ശിഷ്യന്മാർ അതെ ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർ പ്രാർത്ഥിച്ചു, ശക്തി പ്രാപിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അവർ ആർക്കുള്ളതും അവർ സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. അവിടെ സ്വാർത്ഥതയില്ല. Nobody was bothered about what he had. They were all believing in one accord. ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. അവരുടെ സ്വത്തുവകകൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അവർ മുൻപോട്ട് പോവുകയാണ്, സർവത്തിനും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവം അവരെ പോറ്റി പുലർത്തുന്നതിനുള്ള ഉത്തമ വിശ്വാസത്തോടെ മുൻപോട്ട് പോവുകയാണ്. ഭവിഷ്യത്തുകളെ ഭയപ്പെടാതെ മുൻപോട്ട് പോവുകയാണ്. ഭയാനകമായ സാഹചര്യങ്ങളെ ത്രിവൽഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ മാറ്റമാണ് പരിശുദ്ധാത്മാവ് ഉണ്ടാക്കേണ്ടത്. മുരടിച്ച അവസ്ഥ മാറണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകൾ സജീവമാകണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകൾ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയണമെങ്കിൽ നാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രാപിക്കേണ്ടത്. അപ്പോസ്തല പിതാക്കന്മാർ മർക്കോസിന്റെ മാളികയിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അഗ്നിനാവുകളായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ഒളിവിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി. When the Holy Spirit came upon those hiding apostles who were hiding in the house of Mark, they came out. They could not sit inside the house because Holy Spirit descended on each of them like cloven tongues of fire. They cannot sit anymore. They cannot hide anymore. They came out to the streets of Jerusalem and they started preaching about Jesus. This is a transformation, you see. The Holy Spirit transforms. This is a transformation. ഇതൊരു മാറ്റമാണ്, ഇതൊരു രൂപാന്തരമാണ്. അപ്പോൾ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സാമൂഹ്യ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സഭയിലെ ഔന്നത്യത്തിന് വേണ്ടിയിട്ടല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിനെ മാറ്റിമറിക്കും. സോ വാട്ട് വി നീഡ് ടുഡേ ഈസ് ആക്ച്വലി ദാറ്റ് സ്ട്രെങ്ത്. ആ ശക്തിയാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. യേശുവിൻ്റെ സാക്ഷിയാകുന്ന, കാരണം എവിടെയായിരുന്നാലും നമ്മൾ ചില സാഹചര്യം ചെല്ലുമ്പോൾ കൊച്ചിനെ പോലെ അങ്ങ് വലിച്ചു മാറ്റുകയല്ല, ആമയെ പോലെ ഉള്ളിലേക്ക് വലിയുകയല്ല. എവിടെയായിരുന്നാലും
ഞാൻ ഇന്നലെ നിങ്ങളെ പറഞ്ഞ് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ടോൾഡ് യു വേർ എവർ യു ആർ, സ്റ്റാൻഡ് ഫോർ ജീസസ്, ടോക്ക് ടു ജീസസ്. ഐ ഡു ദാറ്റ്. ഞാനൊരിക്കൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ തൊട്ടിരുന്ന ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ മിനിസ്റ്റർ, ഐ സ്റ്റാൻഡ് ഫോർ ജീസസ്. ഞാൻ യേശുവിൻ്റേതായിട്ടുള്ള അതേ പ്രവർത്തനത്തിൽ യേശുവിൻ്റേതായിട്ടുള്ള ശിഷ്യനാണ്. അതേ, ഐ സ്റ്റാൻഡ് ഫോർ യേശുവിനോട് നിലകൊള്ളുന്ന വ്യക്തിയാണ്, ലോകത്തിൽ ഈ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവനോട് പറയാണ്, യു സീ ഫോർ മീ ജീസസ് ഇസ് ഓൺലി എ കാർപ്പൻ്റർ. എന്നെ സംബന്ധിച്ച് യേശു ഒരു ആശാരി മാത്രമാണ്. കാരണം അവനൊരു യഹൂദനാണ്, അവൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല. ദാറ്റ് മേ ബി, ബട്ട് ഹി ഈസ് മൈ ഗാഡ്. താങ്കൾക്ക് യു ക്യാൻ കീപ് യുവർ ബിലീഫ്, ദാറ്റ്സ് റൈറ്റ്. എന്നാലും തനിക്ക് തൻ്റെ വിശ്വാസത്തിൽ നിൽക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് യേശു ദൈവമാണ്, താങ്കളെ സംബന്ധിച്ച് യേശു ആശാരിയാണ്. പക്ഷേ പറയാനുള്ള കാര്യം പറഞ്ഞു. അവസാനം എനിക്ക് കൈ തന്നു. ഓ, ദാറ്റ്സ് വെരി ഗുഡ്, ലെറ്റ് us agree on that. Yes, that is fine. You believe that he is a carpenter, I believe that is God. ഉടനെ സീറ്റ് മാറിപ്പോയിരിക്കുകയാണോ? ആണോ? അല്ല. വിശ്വാസി അല്ലാത്തവരുടെയൊക്കെ ബൈബിൾ കൊടുത്തൊരു ഒറ്റ ഓട്ടം, ഇല്ലയോ? യേശു ക്രിസ്തുവിനെ കുറഞ്ഞിട്ട് പിന്നെ ആ പൊടി ആ ദേശത്തും കാണാതെ ഓടിക്കളയുക. സ്റ്റാൻഡ് ഫോർ ജീസസ്. യേശു കൂടെയാണ്. ദൈവം നമ്മെ വഴി നടത്തുന്നത്, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നത് അവൻ്റെ പരിശുദ്ധാത്മ ശക്തിയാലാണ്. He will strengthen you, he will empower you with the Spirit. You don't have to be afraid of anything, because it's the Holy Spirit that is going to guide you and lead you. It's the Holy Spirit that's going to strengthen you. If you could read Judges chapter 15 verse 14. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. വായിച്ചാട്ടെ. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ടപ്പോൾ ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിൽ കെട്ടിരുന്ന കയർ ചണമൂൽ നലുപയായി. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നറ്റുപോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് 1000 പേരെ കൊന്നു. See, one man is completely bound by the ropes, by the enemies. That's okay. So we find the Spirit of God descending on him and he's breaking all his bindings. And with the jawbone of an ass, he kills 1,000 people. പ്രതികൂല സാഹചര്യവും പ്രതിബന്ധത്തിന്റെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ. You read chapter 14 verse 6. അപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ല. അതേ, ആ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. The lion was approaching Samson. There was nothing in his hand. But we find the Spirit as descending on him, very powerful. He came mightily upon him. He just tore apart the lion, just like he's tearing away a lamb. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, അത് സിംഹമായിരുന്നാലും ജനക്കൂട്ടമായിരുന്നാലും, ഏത് സാഹചര്യത്തിലും നേടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിയാണ്. He will strengthen you, he will empower you. ഒരു സിംഹം വരികയാണ്, അവനതിനെ ഭയപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വന്നു. അവൻ ആ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയുകയാണ്. ഒരുപാട് സിംഹങ്ങൾ നമ്മുടെ മുമ്പിൽ വരും കേട്ടോ. നമ്മുടെ ആത്മയാത്രയിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് സിംഹങ്ങളായിട്ട് നമ്മൾ ഭയപ്പെട്ട കാര്യമില്ല. അത് വീട്ടിൽ ചെന്ന് ഭർത്താവായാലും ഭാര്യയായാലും ചുറ്റുപാടായിരുന്നാലും ഇടവകയായിരുന്നാലും സഭയായാലും അച്ഛനായാലും ഇങ്ങനെ സിംഹം പല രൂപത്തിൽ വരും. ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സിംഹത്തിനെ കീറിക്കളയുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏത് സിംഹത്തെ നേരിടാം, ഏത് ജനക്കൂട്ടത്തെ നേരിടാം.
നമ്മെ കെട്ടിയിടുവാൻ ശ്രമിക്കുന്ന ശക്തികളെ ചുമ്മാ അത് പൊട്ടിച്ച് കളയുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? യഹോവയുടെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത് അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നാം പോകുമ്പോഴാണ് പിശാച് നമ്മളെ തകർക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുമ്പോൾ ഒരു പിശാചിന് നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. അത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ എത്ര മിടുക്കനാണെങ്കിലും ശരി, എന്തെല്ലാം പഠിച്ചാലും ശരി, പരീക്ഷയുടെ പേപ്പറിൻ്റെ മുഖത്ത് അത് ഓർക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എഴുതാൻ നേരം പലതും മറന്നു പോവുകയാണ്, എഴുതാൻ നേരം പലതും ഓർക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? നിനക്ക് ദൈവകൃപയില്ല. അപ്പോൾ ഞാൻ ആ മാതാപിതാക്കന്മാരോട്, നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു, ഒരുപാട് ട്യൂഷൻ കൊടുത്തു, ഒരുപാട് SSLC ടാബ്ലറ്റൊക്കെ വിഴുങ്ങി, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഓർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള ആ വലിയ കൃപയും കാവലും സാന്നിധ്യവും ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം സ്വാഭാവികമായിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനാണെങ്കിൽ നമ്മുടെ പള്ളിയും നമ്മുടേതായിട്ടുള്ള ആരാധനയും ഒക്കെ വളരെയധികമാണ്, ധാരാളമാണ്. നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് പാരമ്പര്യമുണ്ട്. തോമാസ് ലീഹ മുതൽ ഇങ്ങോട്ട് എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. അങ്ങനെ മഹത്തായ ഒരു പൗരാണികമായ പാരമ്പര്യമുണ്ട്. എല്ലാം ശരിയാണ്, നമ്മൾ കൂടുതൽ ബോധമാണ്. പക്ഷേ നിനക്ക് യേശുവിനോട് യേശു നിന്നെ വിളിച്ചതാണ്. എൻ്റെയും നിങ്ങളുടെയും ചാര യേശു വന്നിട്ടുണ്ട്. അവൻ്റെ വിളിയെ നീ കേൾക്കുമോ? റിക് വാറൻ, ദ ഫേമസ് ഓത്തർ ആൻഡ് ഇവാഞ്ചലിസ്റ്റ് റിക് വാറൻ, അദ്ദേഹം ഒരു പാസ്റ്റർമാൻ. ഹി വാസ് എ സൺ ഓഫ് എ പാസ്റ്റർ ആൻഡ് ദെൻ ഹിസ് ഫാദർ ഈസ് ലൈയിങ് ഓൺ ദ ഡെത്ത് ബെഡ് ആൻഡ് ഹി വെന്റ് ടു ഹിസ് ഫാദർ ഓൺ ഹിസ് ഡെത്ത് ബെഡ് ആൻഡ് ആസ്ക്ഡ് ഹിം, "Daddy, do you have to tell me anything? Is there anything you want to tell me?" "Yes," shook his head. And he lifted up his hand. He was very feeble. He said, "One more for Jesus. One more for Jesus." മരണക്കിടക്കയിൽ കിടക്കുകയാണ് റിക് വാറിൻ്റെ പിതാവ്. അതെ, ഞാൻ എന്താ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുക. അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ? ഉണ്ട്. എന്താണ്? യേശുവിന് വേണ്ടി ഒരാളെ കൂടെ നേടുക. അത് അദ്ദേഹം ശിരസാവഹിച്ചു. 10,000-കണക്കിന് ആളുകളെ യേശുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് പേർപ്പസ് ഡ്രിവൻ. മില്യൺസ്, ലക്ഷോപലക്ഷം ജനങ്ങളെ ആകർഷിച്ചത് ആ പിതാവിൻ്റെ വൺ മോർ ഫോർ ജീസസ്. നമ്മുടെ ലക്ഷ്യം അതാകണം. നാം പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയും ഒരാളെ കൂടി യേശുവിന് വേണ്ടി നേടുവാനുള്ള ആ വലിയ ആവേശം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മളുണ്ടാകുമ്പോഴാണ് ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായിരിക്കുന്ന ഘടകം ഉറപ്പാണ്, ധൈര്യമാണ്. ഏതിനെയും എവിടെയും എങ്ങനെയും നേരിടാനുള്ള ചങ്കൂറ്റമാണ്. യേശുവിനെക്കുറിച്ച് ഭയമില്ലാതെ പറയുവാനുള്ള ധൈര്യമാണ്. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളനുസരിച്ച് പമ്മുകയും ചരിയുകയും വളയുകയും ഒടിയുകയൊക്കെ ചെയ്യുന്നവരാണ്. കാരണം കുറ്റമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടായില്ല, ആത്മീയം ഭാവിച്ചതുകൊണ്ടായില്ല. നിൻ്റെ ജീവിതത്തിൽ അത് പ്രകടമാകണം. I just want to cutting short my message right now because I want to give an opportunity to pray. അതെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം തരുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് നിങ്ങൾ ഏത് തരത്തിലാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കോണം ദൈവത്തോട്, യേശുവിനോട്, പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുവാൻ തക്കതിന് വേണം. പരിശുദ്ധാത്മയെ നൽകണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് അത് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ്.